പണ്ടൊരിക്കൽ ആളുകളുമായി അധികം അടുക്കാത്ത ഉൾവലിഞ്ഞ ഒരു യുവാവ് സെത്ത് എന്നു പേരായ അവൻ മൃഗങ്ങളെ പരിപാലിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു. അവന്റെ ലോകം ചെറുതും നിശബ്ദവുമായിരുന്നു. എന്നാൽ ഒരു ദിവസം ഒരു ബസിൽ വെച്ച് ഹോളി എന്നു പേരായ സുന്ദരിയായ ഒരു യുവതി തന്റെ രഹസ്യ ഡയറിയിൽ എഴുതുന്നത് അവൻ കണ്ടു. അന്നുമുതൽ ഹോളിയോടുള്ള ഒരുതരം ആഴത്തിലുള്ള ഭ്രമം അവന്റെ ഹൃദയത്തിൽ വേരുറച്ചു. അവളുടെ സാമീപ്യം മാത്രം മതി അവന് ജീവിക്കാൻ എന്നു തോന്നി. തന്റെ ഹൃദയത്തിലെ ഈ അസാധാരണമായ ആഗ്രഹം എങ്ങനെ തുറന്നു പറയണം എന്നറിയാതെ സെത്ത് നെയ്റ്റ് എന്ന സുരക്ഷാ ജീവനക്കാരന്റെ അടുക്കൽ ഉപദേശം തേടി. ധൈര്യശാലിയായി അവളോട് നേരിട്ട് സംസാരിക്കാൻ നെയ്റ്റ് അവനോട് നിർദ്ദേശിച്ചു. തുടർന്ന് സെത്ത് ഹോളിക്ക് ഓൺലൈനിലുണ്ടായിരുന്ന എല്ലാ വിവരങ്ങളും തേടിപ്പിടിച്ച് അവളെക്കുറിച്ച് പഠിച്ചു. അവളുടെ ഓരോ ചലനങ്ങളും അവന്റെ മനസ്സിൽ നിറഞ്ഞു. ഒടുവിൽ അവളെ പുറത്തുപോകാൻ ക്ഷണിക്കാൻ അവൻ ധൈര്യം സംഭരിച്ചെങ്കിലും ഹോളി അവന്റെ ക്ഷണം നിരസിച്ചു. ആ രാത്രി ഹോളി തന്റെ സുഹൃത്ത് ക്ലെയറിനോട് സെത്തിനെക്കുറിച്ച് സംസാരിച്ച ശേഷം മുൻകാമുകനായ എറിക്കിന്റെ മദ്യപിച്ചുകൊണ്ടുള്ള ഫോൺ കോൾ സ്വീകരിച്ചു. പിറ്റേന്ന് ഹോളിക്ക് ജോലിസ്ഥലത്ത് ഒരു പൂച്ചെണ്ട് ലഭിച്ചു. പൂക്കൾ എറിക്കിന്റേതാണെന്ന് അവൾ തെറ്റിദ്ധരിച്ചു. അവൾ വേഗം എറിക് ജോലി ചെയ്യുന്ന ബാറിലേക്ക് പോയി. ഹോളിയെ പിന്തുടർന്നെത്തിയ സെത്ത് അവിടെ വെച്ച് അവളെ തടഞ്ഞു. ഹോളി തന്നെ ഇഷ്ടമല്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും സെത്ത് അത് ഉൾക്കൊള്ളാൻ തയ്യാറാകാതിരുന്നപ്പോൾ അവർ തമ്മിലൊരു വഴക്കായി. എറിക് സെത്തിനെ ആക്രമിച്ചു. ഈ ബഹളത്തിനിടയിൽ സെത്ത് ഹോളിയുടെ ഡയറി തട്ടിയെടുക്കുകയും അടുത്ത കുറേ ദിവസങ്ങൾ അത് വായിച്ച് അവളുടെ ഉള്ളിലെ രഹസ്യങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. ജോലിസ്ഥലത്ത് വെച്ച് ഉപേക്ഷിക്കപ്പെട്ട ഒരു കെട്ടിടഭാഗത്ത് മൃഗങ്ങളെ സംരക്ഷിക്കുന്ന കൂടുകൾക്കുള്ളിൽ ഒരു രഹസ്യ അറ സെത്ത് കണ്ടെത്തുന്നു. അവിടെ അവൻ ഉരുക്കുകൊണ്ട് ഒരു വലിയ കൂട് നിർമ്മിക്കാൻ തുടങ്ങി, തന്റെ ഹൃദയത്തിലെ വികൃതമായ സ്നേഹത്തിനായി ഒരു കൂടൊരുക്കുന്നതുപോലെ. ഒരു രാത്രി ഹോളി അറിയാതെ അവളുടെ വീട്ടിൽ ചെന്ന് അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് അതിക്രമിച്ചു കയറി അവളെ തന്റെ കൂട്ടിലേക്ക് തട്ടിക്കൊണ്ടുപോയി. കൂടിനുള്ളിൽ ഉണർന്ന ഹോളി താൻ അതിജീവിക്കുമെന്ന് നിശബ്ദമായി ശപഥം ചെയ്തു. താൻ ഹോളിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെന്നും അവളെ ലോകത്തിന്റെ തിന്മകളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും സെത്ത് അവളെ അറിയിച്ചു. ഹോളിയുടെ ഡയറി വായിച്ചതിലൂടെ ക്ലെയറിനും എറിക്കിനും തമ്മിൽ ഒരു ബന്ധമുണ്ടായിരുന്നെന്ന് സെത്ത് മനസ്സിലാക്കി. ഒരു ദിവസം ക്ലെയറും ഹോളിയും കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഈ വിഷയത്തെച്ചൊല്ലി വഴക്കുണ്ടാവുകയും ദേഷ്യം വന്ന ഹോളി കാറിന്റെ വേഗത വർദ്ധിപ്പിച്ച് ഒരു ട്രക്കുമായി കൂട്ടിയിടിക്കുകയും ചെയ്തു. ക്ലെയറിന് പരിക്കേറ്റെങ്കിലും അവൾ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. പക്ഷേ ഹോളി ഒരു ചില്ലുകഷ്ണം ഉപയോഗിച്ച് ക്ലെയറിനെ വധിച്ചു. ക്ലെയറിന്റെ മരണം അപകടമായി രേഖപ്പെടുത്തപ്പെട്ടു. അതിനുശേഷം ഹോളി നിരവധി ക്രൂരമായ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെന്നും അവയെല്ലാം ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും സെത്ത് മനസ്സിലാക്കുന്നു. ഹോളി മറ്റാരെയും ഉപദ്രവിക്കുന്നത് തടയുക എന്നതായിരുന്നു തന്റെ ജീവിതത്തിലെ പുതിയ ലക്ഷ്യം എന്ന് സെത്ത് വിശ്വസിച്ചു. അടുത്ത കുറേ ദിവസങ്ങൾ അവർ പരസ്പരം മാനസികമായ പോരാട്ടങ്ങളിലേർപ്പെട്ടു. ഹോളി പതിയെ ചില വിവരങ്ങൾ നൽകി സെത്തിനെ തന്നിലേക്ക് ആകർഷിക്കാൻ ശ്രമിച്ചു. ക്ലെയറിന്റെ കൊലപാതകത്തിൽ നിന്ന് രക്ഷപ്പെട്ട കുറ്റബോധം കൊണ്ടാണ് ഹോളി മറ്റു കൊലപാതകങ്ങൾ ചെയ്തതെന്ന് സെത്ത് വാദിച്ചപ്പോൾ തനിക്ക് വെറും ആനന്ദത്തിനുവേണ്ടിയാണ് കൊല്ലുന്നതെന്ന് ഹോളി അവനോട് മറുപടി പറഞ്ഞു. സെത്തിനെ സംശയമുള്ള നെയ്റ്റ് അവനെ പിന്തുടരുകയും ഹോളിയെ ഒളിപ്പിച്ച സ്ഥലം കണ്ടെത്തുകയും ചെയ്തു. ഹോളി തന്റെ ബുദ്ധി ഉപയോഗിച്ച് നെയ്റ്റിന്റെ ശ്രദ്ധ തിരിച്ചുവിട്ടു. ഇത് സെത്തിന് നെയ്റ്റിനെ കീഴടക്കാൻ സമയം നൽകി. ഹോളിയുടെ നിർദ്ദേശപ്രകാരം സെത്ത് ഒരു കല്ലുപയോഗിച്ച് നെയ്റ്റിന്റെ തല തകർക്കുകയും തുടർന്ന് അവളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ശരീരം മറവ് ചെയ്യുകയും ചെയ്തു. നെയ്റ്റിന്റെ തിരോധനത്തിൽ പോലീസിന് സെത്തിനെ സംശയം തോന്നിത്തുടങ്ങി. തന്നോടുള്ള അവന്റെ സ്നേഹം തെളിയിക്കാൻ ഒരു വിരൽ മുറിച്ചുമാറ്റിയാൽ രക്ഷിക്കാമെന്ന് ഹോളി അവനെ വിശ്വസിപ്പിച്ചു. അവനത് അനുസരിച്ചപ്പോൾ ഹോളി അവന്റെ കത്തി തട്ടിയെടുത്ത് തന്നെ മോചിപ്പിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി. ഒടുവിൽ താൻ അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ ശേഷം അവന്റെ കഴുത്ത് അറുത്ത് അവൾ മോചിതയായി. കുറച്ചുകാലത്തിനുശേഷം ഹോളി എറിക്കിനൊപ്പം പഴയ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി. അവളുടെ ഡയറിയിലെ ഭീകരമായ സംഭവങ്ങളെല്ലാം സാങ്കൽപ്പിക കഥകളായി ഒരു പ്രസിദ്ധീകരണത്തിലൂടെ പുറത്തിറക്കി. എറിക് വീണ്ടും വഞ്ചിക്കുകയാണെന്ന് ഹോളിക്ക് തെളിവ് കിട്ടിയെങ്കിലും അവൾ അവനെ ഉപദ്രവിക്കാൻ തയ്യാറായില്ല. പകരം അവൾ ഒരു വെയർഹൌസിലേക്ക് യാത്ര ചെയ്തു. അവിടെ ഒരു കൂട്ടിൽ സെത്ത് ഇപ്പോഴും ജീവനോടെയുണ്ടായിരുന്നു. എന്നാൽ ഭീകരമായി വികൃതനാക്കപ്പെട്ട് പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥയിലായിരുന്നു അവൻ. തന്റെ ഉള്ളിലെ കൊലപാതക വാസനകളെല്ലാം അവനിൽ തീർക്കാൻ തന്നെ സഹായിച്ചതിന് ഹോളി സെത്തിന് നന്ദി പറഞ്ഞു. കാരണം അവനായിരുന്നു അവളുടെ ഇരുണ്ട രഹസ്യങ്ങളുടെ ജീവിക്കുന്ന തടവറ.